ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് തോട്ടിലെ വയമ്പ് എന്ന് പറയുന്ന മീൻ കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു KFC ഉണ്ടാക്കി നോക്കിയാലോ. ഇപ്പോൾ വയമ്പെന്ന് പറഞ്ഞാൽ മിക്കവർക്കും അറിയില്ലായിരിക്കും. നമ്മൾ നെത്തോലിയെ പോലെയൊക്കെ തന്നെ ഇരിക്കുന്ന മീനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. പീര വറ്റിക്കാനും ഒക്കെ നല്ല രുചിയുള്ളൊരു മീനാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുക. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി എന്നിവ എടുക്കുക. അപ്പോൾ എന്നെങ്കിൽ ഇതിൽ എരിവ് കൂട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പിടി മീനിന് നമ്മൾ ഒരു സ്പൂൺ കുരുമുളകും ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം കോൺഫ്ലോറാണ് ചേർത്തത്. കോൺഫ്ലോറോട് ചേർത്തിട്ട് ഇത് ലൂസാക്കിയാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ലൂസാക്കി തന്നെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 20 മിനിറ്റൊക്കെ മീൻ ഇതിൽ മുക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ രാത്രിയിൽ ചെയ്തതുകൊണ്ട് മുക്കി വെക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് ഓരോന്ന് മുക്കിങ് എടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് മൈദയും കോൺഫ്ലോറും കൂടെ കുറച്ച് വെള്ളം നനച്ച് ഒന്ന് മിക്സിയിലൊന്ന് പൊടിക്കുന്ന ജാറിൽ ഒന്ന് പൊടിച്ച് വെക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് തരി പോലെയൊക്കെ ഒന്ന് കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മീൻ മുക്കി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ തവണ ഇങ്ങനെ ചെയ്തപ്പോൾ ഈ പൊടി മൊത്തത്തിൽ നനഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു പ്ലേറ്റിലോട്ട് മീൻ നിരത്തി വെച്ചതിന് ശേഷം ഈ പൊടി അതിന് മുകളിൽ വിതറിയാൽ മതി. അപ്പോൾ അത് പൊടി മൊത്തത്തിൽ നനഞ്ഞൊട്ടി പോവില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ വറുത്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മീനാണ്. ഇത് ഞാനും മോളും ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറേ കഴിച്ച് തീർത്ത ഒരു ഡിഷാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വിറ്റാമിൻ ഡിയുടെ കലവറയാണ് മുള്ളുള്ള മീനുകൾ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ പീരയൊക്കെ വെക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല. അവർക്കെല്ലാം ഇത് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. മുള്ളുള്ളതായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഏറ്റവും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.